എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. ഏപ്രിൽ മാസം വിഷു ഈസ്റ്റർ പ്രമാണിച്ച് മുൻകൂറായി ഒരു ഗഡു ക്ഷേമ പെൻഷൻ്റെ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ മാസത്തിലെ വിതരണമാണ് സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ മാസം അവസാനത്തോടുകൂടി ഒരു ഗഡു പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു. ഉത്സവകാലങ്ങളോട് അനുബന്ധിച്ച് ഒന്നിലധികം ഗഡുക്കൾ വിതരണം ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ കടമെടുപ്പ് പരിധിയിലുള്ള വ്യക്തത കൃത്യമായി വരാത്ത ഒരു സാഹചര്യത്തിലാണ് പെൻഷൻ ഒരു ഗഡു മാത്രമായി വിതരണം ചെയ്തത്. എന്നാൽ ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും വീണ്ടും തുക അനുവദിച്ചു എന്നുള്ള അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ഏപ്രിൽ മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നതിൻ്റെ ഭാഗമായും വിവിധ മേഖലകളിലേക്കുള്ള കുടിശ്ശിക അടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കുമായി സംസ്ഥാന സർക്കാർ ചൊവ്വാഴ്ച മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇക്കുബർ പോർട്ട് വഴി കടമെടുപ്പ് ലേലം നടത്തും. തുക എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ ഏപ്രിൽ മാസത്തിലെ രണ്ടാം ഘട്ട വിതരണം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വരുന്ന ആഴ്ച മുതൽ ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ ഗുണഭോക്താക്കൾക്ക് 1600 രൂപ വീതവും ശേഷിക്കുന്ന കുടിശ്ശിക വരുന്ന 2 ഘട്ടങ്ങളിലായിരിക്കും വിതരണം പൂർത്തിയാക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കൂടി വരുന്ന സാഹചര്യത്തിലാണ് സെപ്റ്റംബർ മാസത്തോടുകൂടി കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യാനുള്ള സർക്കാരിൻ്റെ നീക്കം. ഇക്ബോർ പോർട്ട് വഴി കടമെടുക്കുന്നതിന് പുറമെ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം വഴി രൂപീകരിച്ചും തുക സമാഹരണം നടത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. ഏപ്രിൽ മാസത്തിലെ തനത് പെൻഷൻ തുക വിതരണം വരുന്ന ആഴ്ച കൊണ്ട് അവസാനിക്കുകയും വിതരണം ചെയ്യാതെ അവസാനിക്കുന്ന തുക തിരികെ പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യും. ഇതിനുശേഷം പെൻഷൻ വിതരണ നടപടികൾക്കായി ഏപ്രിൽ മാസം 20-ന് ശേഷം സേവനയുടെ സൈറ്റ് ക്ലോസ് ചെയ്യുകയും ഏപ്രിൽ മാസം 25-ന് ശേഷം പെൻഷൻ കുടിശ്ശികയിൽ ഒരു ഗഡു കൂടി വിതരണം ആരംഭിക്കുകയും ചെയ്യും. നിർമ്മാണ തൊഴിലാളി മേഖലകളിൽ ഉൾപ്പെടെയുള്ളവർക്ക് മാസങ്ങളോളമായി ആനുകൂല്യം മുടങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ കുടിശ്ശികയിൽ ഒരു പരിധിവരെ കൊടുത്തു തീർക്കാനാണ് സംസ്ഥാന സർക്കാരിൻ്റെ തിരക്കിട്ട നീക്കം. ഇതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയായി ശേഷിക്കുന്ന 2 ഗഡു പെൻഷൻ കുടിശ്ശിക കൂടി തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി വിതരണം ചെയ്യും. സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചതനുസരിച്ച് സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുന്നോടിയായി ഈ പെൻഷൻ കുടിശ്ശിക 3 ഘട്ടങ്ങളിലായി വിതരണം പൂർത്തിയാക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പ്രഖ്യാപിച്ചു.